ഓർമ്മയുണ്ടോ നാവിൽ പടരുന്ന പുളിയും മധുരവും ഒളിപ്പിച്ചു വെച്ച ആ കറുത്ത മുത്തുകൾ? നമ്മുടെ പറമ്പുകളിൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന, എന്നാൽ ഗുണങ്ങളുടെ കാര്യത്തിൽ പ്രകൃതി വിസ്മയമൊളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു ചെടിയുണ്ട്. പലരും പാഴ്ചെടിയെന്ന് കരുതി പിഴുതെറിയുന്ന ഈ ചെടി പ്രകൃതി നമുക്ക് സമ്മാനിച്ച ഒരു ഔഷധ കലവറയാണ്. സംസ്കൃതത്തിൽ കാകമാച്ചി എന്നറിയപ്പെടുന്ന ഈ ചെടിക്ക് കേരളത്തിൽ പ്രാദേശികമായി പല പേരുകളുമുണ്ട്. മണിത്തക്കാളി, മാടത്തക്കാളി, കരിന്തക്കാളി, മുളക് തക്കാളി, മണത്തക്കാളി എന്നിങ്ങനെ പോകുന്നു. ചർമ്മരോഗങ്ങൾക്കും കരളിൻ്റെ ആരോഗ്യത്തിനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും പലരും വിശ്വസിച്ചുപയോഗിക്കുന്ന ഒരു പ്രകൃതിദത്ത സസ്യമാണിത്. അങ്ങനെയെങ്കിൽ നമുക്കിന്ന് മണിത്തക്കാളിയുടെ വിശേഷങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിച്ചാലോ? 4 അടിയോളം ഉയരത്തിൽ പല ശിഖരങ്ങളായി വളരുന്ന ഈ സസ്യത്തിൻ്റെ പൂക്കൾ ചെറുതും വെളുത്ത നിറത്തിലുള്ളതുമാണ്. പൂക്കളും ഇലകളും മുളക് ചെടിയോട് സാമ്യമുള്ളവയാണ്. ചെറിയ ഉരുണ്ട കായ്കൾ പച്ച നിറത്തിലുള്ള മുത്തുകൾ പോലെ കാണപ്പെടുന്നു. വിളഞ്ഞ് പാകമാകുമ്പോൾ നീല കലർന്ന കറുപ്പ് നിറത്തിലേക്ക് മാറുന്നു. കായ്കളുടെ ഈ ഇരുണ്ട നിറത്തിന് പിന്നിൽ ഒരു രഹസ്യമുണ്ട്. അതിന് കാരണം അതിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റോസൈനിൻ എന്ന പിഗ്മെൻ്റ് ആണ്. ആൻറ്റോസൈനിൻ പോലെയുള്ള ഘടകങ്ങൾ ഉൾപ്പെടെ ഇതിൽ നിരവധി വേറെയും ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഇവ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. മണിത്തക്കാളി ഭക്ഷണമായും ഔഷധമായും ഉപയോഗിക്കാവുന്ന പോഷക സമൃദ്ധമായ സസ്യമാണ്. പഴുത്ത കായ്കൾ നേരിട്ട് കഴിക്കാം. ഇലകൾ തോരൻ വെച്ചോ സൂപ്പുണ്ടാക്കിയോ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. പച്ചക്കായ്കൾ തൈരിലുണക്കി വറ്റലായും അല്ലാതെയും കറികളിൽ ചേർത്തും ഉപയോഗിക്കാറുണ്ട്. ആയുർവേദത്തിലും പ്രകൃതി ചികിത്സയിലും പ്രാധാന്യമുള്ള മണിത്തക്കാളിയുടെ ഔഷധ ഗുണങ്ങൾ നിരവധിയാണ്. വായ്പുണ്ണും വയറിലെ അൾസറും മാറ്റാൻ മണിത്തക്കാളി മികച്ചതാണ്. ഇതിൻ്റെ ഇലകൾ ചവച്ചരച്ച് കഴിക്കുന്നത് വായ്പുണ്ണിന് വളരെ ഗുണകരമാണ്. മഞ്ഞപ്പിത്തം പോലെയുള്ള രോഗങ്ങളിൽ നിന്നും കരളിനെ സംരക്ഷിക്കാനും ശരീരത്തിലെ വിഷാംശങ്ങൾ കളയാനും ഈ ചെടി സഹായിക്കുന്നു. ചൊറിച്ചിലും മറ്റു ചർമ്മ പ്രശ്നങ്ങളും മാറാൻ ഇതിൻ്റെ ഇല അരച്ചു പുരട്ടുന്നത് ഫലപ്രദമാണെന്ന് പറയപ്പെടുന്നു. മരുന്നായി ഉപയോഗിക്കുന്നതിന് മുമ്പ് ശരിയായ അറിവുണ്ടാകുന്നത് വളരെ പ്രധാനമാണ്. ഇത് ഒരു വാർഷിക സസ്യമാണ്. പ്രത്യേക പരിപാലനമോ ശ്രദ്ധയോ ആവശ്യമില്ലാതെ സ്വാഭാവികമായി വളരുന്നു. മിതമായ സൂര്യപ്രകാശവും അല്പം ഈർപ്പമുള്ള മണ്ണും കിട്ടിയാൽ ഈ സസ്യം വളരെ നന്നായി വളരും. പുതിയ തൈകൾ സാധാരണയായി വിത്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. പഴുത്ത കായ്കൾ പക്ഷികൾ കഴിക്കുകയും അതിലൂടെ വിത്തുകൾ വ്യാപിപ്പിക്കുകയും ചെയ്യുന്നു. മഴക്കാലത്ത് പറമ്പുകളിൽ പുതിയ തൈകൾ തനിയെ മുളച്ചു വരാൻ ഇത് ഒരു കാരണമാകുന്നു. ഇംഗ്ലീഷിൽ ബ്ലാക്ക്ബെറി നൈറ്റ്ഷേഡ് എന്നറിയപ്പെടുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം സോളനം നിഗ്രം എന്നാണ്. വഴുതനയുടെ കുടുംബാംഗമായ സൊളനേസിയയിൽപ്പെടുന്ന ഒരു സസ്യമാണിത്. പ്രകൃതിയുടെ ഈ ചെറിയ അത്ഭുതം നമ്മുടെ പറമ്പുകളിൽ ആരോഗ്യവും രുചിയും നിറയ്ക്കട്ടെ. മറ്റൊരു ചെടി വിസ്മയവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കുക. നന്ദി, നമസ്കാരം.